നിങ്ങൾ വിചാരിക്കും പോലെ ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന, അല്ലയുടെ കല്യാണം മുടക്കുന്ന മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്രയല്ല. അല്ല, നീയാണ്. അല്ല, പിന്നെ നീ ഈ കോബ്രയെ കൂടെ കിടന്ന് കാണിക്കും. നീയാണ് മാനസിക. ചന്ദ്രയുടെ അസുഖം മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിലപ്പോ അലഞ്ഞെന്നിരിക്കും. നീ അലഞ്ഞാ മതി, നീ ഭ്രാന്തൻ തന്നെ. പതുക്കെ കണ്ണടച്ചടിക്കാം, എവിടെ അടിച്ചാലും കൊള്ളും. എടാ അസീസ, നീ എല്ലാ ദിവസം കണ്ണടച്ചല്ലേ നീ അടിക്കാറെന്നോ? കണ്ണും മൂക്കും കയറെ കയറാനാണെങ്കിൽ എവിടെ കയറാനാണെങ്കിൽ ആ ഒരു സ്പിരിറ്റ്. അവൾ അത് കാരണം വേറൊന്നുമില്ല, അവൾ ചെയ്യുന്നത് എന്താന്ന് അവൾക്ക് അറിയാം. ആ ഒരു സ്പിരിറ്റ് കൂടുതൽ കാണുന്ന എപ്പോഴും. അങ്ങനെ സ്പിരിറ്റ് കൂടുതൽ കാണണമെങ്കിൽ സുധികളിന് എന്തൊക്കെ ചെയ്യണം? ഷിയാസിന്റെ കയ്യിലാണ് ചാട്ട. പിന്നെ ഒന്നും പറയണ്ട, അത്രയും പേടി സ്വപ്നാണ്, ടെററാണ് ഷിയാസ് ഇവിടെ. ആ ഷിയാസ് എങ്ങനെ കിട്ടി? അല്ല, ഇത്രയധികം ഒരു ചാട്ട കയ്യിലെടുത്ത് വെച്ച് ഇത്ര എക്സ്പീരിയൻസിൽ അടിക്കാൻ ഒരു ഇന്ന് വരെ എനിക്ക് ഉള്ള കാര്യം പറയാം. ഞാൻ 4 വർഷം വരെ എനിക്ക് ഇതുപോലെ കറക്റ്റ് പോയിന്റിൽ ഈ ചാട്ട വെച്ച് അടിക്കുക ഇതുവരെ എനിക്കറിയാം. നിങ്ങൾക്ക് ചാൻസ് കിട്ടിയേ അല്ല, ഇതാര് ഫ്ലോറിലെ ഭവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതാണോ? എല്ലാരും പറയാറുണ്ട് അങ്ങനെ. അവലക്ഷണം കെട്ട മുഖം, പേനും താരനും ഈരും കൊടികുത്തി വാഴുന്ന കേശവാനം, വാക്കിലും നോക്കലും നുണയും കുശുമ്പും കൂട്ടിയടിയും മാത്രം. ഈ ഫ്ലോറിലെ അടിച്ചാലിക്കാരിയ ആർട്ടിസ്റ്റ് വായിന്ന് തെറിക്കുന്ന ആസിഡാണെന്ന്. ഒരു നീല പൊന്മാൻ നിപ്പുണ്ട് പൊടിമീനുകളൊക്കെ കൊത്തിക്കൊണ്ട് പറക്കാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിച്ചു. ആര് ചോദിച്ചു നിന്നോട്? എവിടെ സ്റ്റോക്ക് തീർന്നു പോയി. കൗണ്ടറിന്റെ സ്റ്റോക്ക് എടുക്കാൻ പറ്റും, അവിടെ തീർന്നു പോയി. അപ്പൊ ഇനി അനന്തുവിന്റെ ഒരു മെന്റലിസത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അല്ല, ഈ പുള്ളി ചോദിക്കാന്നേ മെന്റലായിട്ടുള്ള ലിസ്റ്റിലുള്ള ആളാണ് മെന്റലിസ്റ്റ്. ഞങ്ങളുടെ അപ്പത്തെ പാറമടയിൽ പോയി അധ്വാനിച്ച് ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലെ വൃത്തികെട്ട പൊറോട്ട ഇതിന്റെ കൂടെ കറിയായിട്ട് കൂട്ടാൻ ആ 4 കിഴങ്ങുകളെ തരുമോ? പറഞ്ഞൊന്നും പറയണ്ട. അടി തന്നിരിക്കും ഞാൻ. ടാസ്ക് ചെയ്താലും ഇല്ലെങ്കിലും അടി തരും. 100 തൊട്ട് 50 വരെ തിരിച്ചു പറ. 99, 98, 97, 96, 95, 94, 93, 92, 91. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാൻ നീ പറ. എനിക്ക് നാക്ക് അടക്കും. നിനക്ക് ചെയ്യാവുന്ന കാര്യം മാത്രം നീ മറ്റുള്ളവർ ചെയ്യാൻ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കല്യാണത്തിന് പോകാൻ പറ്റില്ല, കുട്ടിയുടെ അതിന് വിളിക്കണം കേട്ടോ പരിപാടിക്ക്. അതെ, അതിന് വിളിക്കണം കേട്ടോ. കുട്ടി പെങ്കൊച്ചാണ്, ഞാൻ വിളിക്കില്ല. ഞാൻ അതിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, പെൺകുട്ടി ഉണ്ടാവട്ടെ എന്ന്. ഞാനെപ്പോഴും അവന് അത്രക്ക് മോശമുള്ളവനല്ല. ജനിച്ചപ്പോ ആ നേഴ്സിനൊക്കെ പ്രേമിച്ചു തുടങ്ങി. പക്ഷെ തങ്കച്ചൻ അതല്ല. തങ്കച്ചൻ ഒരു ഏകാഗ്രതയോടുകൂടി അനുവിനെ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുക. അതുകൊണ്ട് പുള്ളിക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കലയിൽ നർമ്മത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മര്യാദക്ക് പോകുന്നു. തങ്കച്ചൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങണമെങ്കിൽ മാസ്ക് വെക്കണമെന്ന് പോലീസുകാരും അയലത്തുകാരും പറഞ്ഞിരിക്കുക. അത് ഈ കൊറോണ പകരുമെന്ന് പറഞ്ഞല്ല, കോമഡി പറയാതിരിക്കുക. കാപ്പും കോപ്പും കെട്ടിക്കളിക്കുക. കാപ്പും കോപ്പം എന്ന് പറഞ്ഞപ്പോ സുധിയാണ് ചാടി എഴുന്നേറ്റ്. കോപ്പം എന്ന് പറഞ്ഞപ്പോ എന്നാ വർത്താനാ പറയണേ? കോപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? കപ്പ് ഡ്രസ്സിനെ കോപ്പെന്നാണ് പറയണത്. പണ്ടത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. എന്നാ ഞങ്ങള് ഇവിടെ വരാൻ നേരത്തെ പറയാ, നീ നല്ല അടിപൊളി കോപ്പ് ഇട്ടോണ്ട് വരണമെന്ന് പറയുമ്പോ നന്നായിട്ട് അകത്തേക്ക്. ഫൈൻ റിലീസ്. ഓപ്പൺ യുവർ ഐസ്. ഞാൻ ചോദിക്കും, ക്യാൻ യു ടീർ ദിസ് പേപ്പർ? ഇത് കീറാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നോ ഐ കാണ്ട് എന്ന് ഉത്തരം പറയാം. മോനെ മലയാളത്തിൽ പറയാൻ പറ്റില്ല. എനിക്ക് കീറാൻ പറ്റില്ല എന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, ക്യാൻ യു ടീർ ദിസ് പേപ്പർ? എനിക്കിത് കീറാൻ പറ്റില്ല, ഷുവറാണ്. ആദ്യമായിട്ട് വന്നതുള്ളൂ ഈ ആമ്പാറ്റ കറങ്ങുന്നതാണ് കൊല്ല ട്യൂബിന് ചുറ്റും കരകരകരകരകരകരകരകരന്ന് പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ കിടന്ന് കാണിച്ച്. അമ്പലപ്പറമ്പിലേ ആനപ്പിണ്ടോ ഇരിക്കണാരില്ലടാ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ കുടുംബജീവിതം? ഇതുവരെ കുഴപ്പമില്ല. പിണങ്ങിയോ? ഇപ്പൊ കറക്റ്റ് 1 മാസല്ലേ ആയിട്ടുള്ളൂ. എന്ത് കാര്യത്തിലെങ്കിലും അങ്ങോട്ട് പിണങ്ങിയിട്ടുണ്ടായിരുന്നോ? 1 മാസത്തിനുള്ളിലോ? ഇടി കൂടിയിട്ടുണ്ടായിരുന്നോ? ചെറിയ ഭിത്തിയില് തല വെച്ച്. അപ്പളേ ഒരു ഡാൻസർ മാത്രല്ല എന്ന് ഞാൻ കേട്ടല്ലോ. ഒരു ഡോക്ടറും കൂടെയാണ് പുള്ളി. ഡോക്ടറിന്റെ കൂടെ ഡോക്ടറും ഡാൻസറും കൂടെ അല്ല. പിന്നെ പ്ലംബറാണോ? ലക്ഷ്മിയുടെ യൂട്യൂബ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 4,70,000. അപ്പൊ ശങ്കറിന് 4 ലക്ഷം കിട്ടിയില്ല, അത്ഭുതമൊന്നുമില്ല. ഒരു 4 ലക്ഷം പേര് എന്തിനു റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്.
ഏതോ 4 ലക്ഷം പേര് അച്ഛകെട്ടി ഇറങ്ങി ഇങ്ങനെ നിൽക്കുക റെഡിയായി